മനുഷ്യരൊന്നാണ്, നാം ഒന്നാണ്. ഇപ്പോൾ ഭഗവാൻ ചില 4ൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറഞ്ഞു. 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ. 1. 2, ഇവരുടെയൊക്കെ ജോലി ഇങ്ങനെയുള്ളതാണ് എന്നും പറഞ്ഞിട്ടില്ല. അത് പറയുന്നുണ്ട്, വരാൻ പോകുന്നുണ്ട്. അപ്പോഴും നമുക്ക് നന്നായിട്ട് അതിനെ വിമർശിക്കാം. നമ്മൾ നിങ്ങളോട് വേറെ ചോദിക്കട്ടെ, നിങ്ങളുടെ ചിന്തയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ, രക്തദാനം മഹാദാനം എന്നൊക്കെ പറഞ്ഞു നമ്മൾ രക്തം ദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് രക്തം വേണം. നമുക്ക് ഏത് രക്തവും സൂട്ടാവുമോ? ഇല്ലല്ലോ. രക്തങ്ങളിൽ ക്ലാസിഫിക്കേഷൻ ഇല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? സാമാന്യ ബുദ്ധിയുള്ള ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം രക്തം ഏതൊക്കെ വകുപ്പാണ്. കാരണം എന്താണ്? ഇന്ന് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എഴുതേണ്ടത് ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അപകടത്തിന് സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും അപകടം ഉണ്ടായാൽ ഇയാളോട് ചോദിക്കാൻ പാകത്തിനേടോ നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഒരു എത്രയും പെട്ടെന്ന് അയാളുടെ ജീവൻ രക്ഷിക്കാനൊക്കെ വേണ്ടുന്ന അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? എ പോസിറ്റീവ് ഉണ്ട് ഒരു വിഭാഗം, അതേ എ നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ 2 എണ്ണമായല്ലോ. ഈ എ നെഗറ്റീവിൻ്റെ ബ്ലഡ് എ പോസിറ്റീവിന് സൂട്ടാവുമോ? സൂട്ടാവില്ല. അതിന് കാരണക്കാരനാരാ? നല്ല കാലം മൂപ്പരല്ല, മൂപ്പരാണ്. ആര്? ഭഗവാൻ. മൂപ്പര് ചെയ്തു വെച്ച പണിയായത്. പിന്നെ ഒരു കൂട്ടർ, ഇപ്പോൾ 2 കൂട്ടരായല്ലോ. എ പോസിറ്റീവ് ഉള്ളവരുണ്ട്, എ നെഗറ്റീവ് ഉള്ളവരുണ്ട്. ഇനി ഒരു കൂട്ടരാരാണ്? ബി പോസിറ്റീവ്. പിന്നെയോ ബി നെഗറ്റീവ്. നമ്മൾ ബി പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്ക് ഫേസ്ബുക്കിലും അതിലും ഇതിലും കാണുന്നില്ലേ, ബി നെഗറ്റീവ് ഗ്രൂപ്പ് വേണം, ബി പോസിറ്റീവ് വേണമെന്ന്. അപ്പോൾ എ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്. ബി പോസിറ്റീവ് ഉണ്ട്, ബി നെഗറ്റീവ് ഉണ്ട്. ഇനിയോ എ ബി പോസിറ്റീവ് ഉണ്ട്, എ ബി നെഗറ്റീവ് ഉണ്ട്. ഇനി വേറൊരു സർവർക്കും കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഓ പോസിറ്റീവ് ഉണ്ട്, ഓ നെഗറ്റീവും ഉണ്ട്. 8 വിഭാഗമുണ്ട്. മെഡിക്കൽ സയൻസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിലാർക്കെങ്കിലും? നല്ല കാലം ഇതിനെ ചൊല്ലിയിട്ട് ഇത്. കാരണം എന്താണ്? അത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു, അത് സയൻസിന് ബോധ്യമാണ്. നിങ്ങൾക്കിത് സയൻസിന് ബോധ്യമല്ല എന്ന് എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത്? ഇവിടെ എന്താ പറഞ്ഞത്? ഇത് ശാസ്ത്രീയമായിട്ടാണെന്നേ പറഞ്ഞത്. നിങ്ങളിതിൻ്റെ ശാസ്ത്രീയത മാറ്റി വേണ്ടാധീനത്ത് കൊണ്ടുപോയി കെട്ടുന്നതായി പ്രശ്നം. ഇവിടെ എന്താ പറഞ്ഞത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു. ആ 4 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വരിച്ചിരിക്കുന്നത് വൃണോതി എന്നാണ്. ഈ 4 വർണ്ണങ്ങളെ തൊലിയുടെ 4 നിറങ്ങളായിട്ട് ചിലർ പറയാറുണ്ട്. ശരി, നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. തൊലിയുടെ 4 നിറങ്ങൾ ഉണ്ടല്ലോ. ലോകത്തിൽ തൊലിയിൽ 4 നിറങ്ങളുണ്ട്. ഒന്ന് ഏതാണ്? വെളുപ്പ്. വെളുപ്പെന്നല്ല പറയാതെ, ഒരു ഫയർ സ്കിൻ എന്നൊക്കെ പറയും. ഏത് രാജ്യത്തുള്ളവരാ? ഇത് മുഴുവൻ ഇന്ത്യക്കാരെ കുറിച്ചല്ലല്ലോ. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഭഗവാനല്ലല്ലോ. നമ്മളൊരു സയൻസ് പറയുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ എടുത്തു തന്നെ പറയണമല്ലോ. അപ്പോൾ യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ ആളുകളുടെ സ്കിന്ന്, അതിനെയാണ് ഫയർ സ്കിൻ എന്ന് പറയുന്നത്. വെളുത്തത്. അത് മാത്രമേ ഉള്ളൂ? അല്ലല്ലോ, വേറെയില്ലേ? വേറെയുണ്ട്. ഇപ്പം ലൈറ്റ് ബ്രൗണ്, നമ്മൾ ഗോതമ്പ് നിറം എന്ന് പറയും. ഒലീവ് ഗോൾഡ് എന്നാ സ്കിന്നാണ്. എവിടെ ഉള്ളവരാ? തെക്കൻ യൂറോപ്പ്, മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലുള്ളതാണ്.
മിഡിൽ ഈസ്റ്റ്. ഏതൊക്കെയാണ് അത് വരിക? മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൾഫല്ല. ഇറ്റലി, ഗ്രീക്ക്, ലിബിയ, സിറിയ, അവരുടെയൊക്കെ സ്കിന്ന് കണ്ടിട്ടില്ലേ? ഈ പറഞ്ഞതുപോലെയാണ്. അവരുടെ രോമം തന്നെ അങ്ങനെ ചെറിയ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ സ്വർണം പോലെ ഉണ്ടാവും. സ്വർണം തന്നെ, സ്വർണത്തിൻ്റെ ആണെന്ന് തോന്നും. സ്കിൻ അങ്ങനെയാണല്ലോ. എന്താ അതിൻ്റെ കാരണം എന്നൊക്കെ നമുക്കറിയാലോ. എന്താ? മെലാനിൻ്റെ ശരീരത്തിലെ അളവിനനുസരിച്ച് തൊലിയുടെയും കണ്ണിൻ്റെയും മുടിയുടെയും നിറങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. സംഗതി നമുക്ക് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കാരണവും കാര്യമൊക്കെ പറയാം. അതെന്തിനെ ആശ്രയിച്ചിട്ടാണ്? സൂര്യൻ്റെ കിരണങ്ങളുടെ, സൂര്യൻ്റെ തോതിനനുസരിച്ച്. എന്നാൽ അതേ സൂര്യൻ്റെ ഒരേ അളവിൽ തട്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടല്ലോ നിറവ്യത്യാസത്തോടു കൂടിയുള്ള ആളുകൾ. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് നമ്മുടെ ജീനുകളുടേതും അതും ഇതും ഒക്കെ ആയിട്ടൊക്കെ പറയും. നമുക്കിത് ആ വഴിക്കൊക്കെ അന്വേഷിക്കാന്നേ. പക്ഷെ വൈവിധ്യം ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തല്ലുകൂടണമെന്നാണോ? ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇത് ഭയങ്കര ഒരു പ്രശ്നം. ഇതിൻ്റെ പേരിലാണ് ഗീത കത്തിച്ചത്. വിവരക്കേടിനൊക്കെ ഒരു കണക്ക് വേണ്ട. ഇനി വേറൊരു കൂട്ടരുണ്ടല്ലോ, ബ്രൗൺ സ്കിന്നുള്ളവർ. നമ്മളിൽ കൂടുതലും ഈ എന്താ പറയുക, സൗത്ത് അമേരിക്ക, നമ്മൾ ഈ ഫുട്ബോൾ കളിയിൽ ലാറ്റിൻ അമേരിക്കൻ ആൾക്കാരൊക്കെ കളിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കുറേ പേരെയൊക്കെ. ഒരു കളിക്കാരനെ കണ്ടാൽ രാത്രി പേടിയാവുമെന്ന് നമ്മുടെ നാട്ടിൽ വേറെ ആരോ പറഞ്ഞു. അയാളെ കണ്ടാലോ അതാണ് അതിലും കോമഡി. പറഞ്ഞ ആളെങ്ങനെ. ഇതൊക്കെ വർണ്ണവിവേചന. അപ്പോൾ ഇത് പറഞ്ഞവർക്ക് ഒരു താല്പര്യമുണ്ട്, അവരുടെ മനസ്സിലുള്ള ആ വൈകൃതമാണ് എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് അതൊക്കെ ഇതിനേക്ക് ചേർത്ത് വയ്ക്കും. അതായി കുഴപ്പം. അപ്പോൾ ഇന്ത്യ, അതുപോലെ അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ മൊത്തം ആഫ്രിക്കനല്ല, അവിടെയൊക്കെ ഉള്ളവർക്ക് ഒരു ബ്രൗൺ, നമ്മളൊക്കെ ബ്രൗണിൽ പെട്ടവരാ. ഇതേപോലെ തന്നെ നമ്മുടെ കണ്ണിൽ, പാസ്പോർട്ടിൽ എഴുതും നമ്മുടെ കണ്ണിൻ്റെയൊക്കെ കളറ്, സ്കിന്നിൻ്റെ കളറ് ക്ലാസിഫിക്കേഷനുണ്ട്. നിങ്ങളങ്ങനെ എഴുതരുത്, നിങ്ങളങ്ങനെ വർണ്ണവിവേചനം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ വർണ്ണമാണത്. ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിച്ചൂടെ? വ്യാഖ്യാനിക്കാൻ സ്കോപ്പ് ഉണ്ടല്ലോ. 4 വർണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. വൈറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കടും ബ്ലാക്ക്. അതെവിടെ ഉള്ളതാ? ഈ പറഞ്ഞ ആഫ്രിക്കൻ നാഗോ. ഓസ്ട്രേലിയയിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് ഈ പപ്പുഗനിയ എന്നൊക്കെ പറയുന്ന ഒരു ഐലൻഡ് പോലെയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ റബ്ബറൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് ഈ ഓസ്ട്രേലിയയിൽ നിന്ന് അടുത്ത്. ഈ അബോർജിനൊക്കെ ഉണ്ട്. അബോർജിൻസ് അവിടുത്തെ പഴയ ജാതിക്കാർ. അതുപോലെ ഇവിടെ അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്നവർ ഭയങ്കര കറുപ്പാണ്. അവരുടെ കളറ് വേറെയാണ്, ഈ പറഞ്ഞ കളറല്ല, നമ്മൾ സായിപ്പിൻ്റെ കളറല്ല. അപ്പോൾ തൊലിയിൽ നിറങ്ങൾ വ്യത്യാസമുണ്ട്. എന്തിന്? അവയവദാനത്തിന് നമ്മൾ വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളല്ലേ. എല്ലാവരുടെ അവയവവും എല്ലാവർക്കും പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? പല അവയവങ്ങളും എല്ലാവർക്കും സ്വീകാര്യമാകാത്തത് എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ട്. മനുഷ്യരൊന്നാണ് എന്നൊക്കെ പറയുമ്പം അതിലെന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്, ഭേദങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞുവല്ലോ, ആത്മാവിൻ്റെ തലത്തിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഭേദങ്ങളുണ്ട്. ആത്മാവിൻ്റെ തലത്തെക്കുറിച്ച് പറയുമ്പം അവിടെ മാത്രമാണ് സർവവും ഏകമായിരിക്കുന്നത്. അല്ലാത്തടത്തെല്ലാം ഭിന്നതകളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്.